Hello everyone, and in this video we are going to discuss what is an algorithm and what is a flowchart. Okay, അപ്പോൾ algorithm എന്താണ്? Algorithm is a step-by-step procedure to solve a given problem. And there are some characteristics of a good algorithm. Okay, first characteristic ആണ് definiteness, second one finiteness, input output effectiveness, correctness, efficiency and clarity. അപ്പോൾ ഒരു അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലമിന് ഉള്ള സൊല്യൂഷനാണ് ഈ അൽഗോരിതമിലൂടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവും? ഇറ്റ് വിൽ ബി ലൈക്ക് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഈ ഒരു അൽഗോരിതം. അപ്പോൾ ഒരു അൽഗോരിതം നമുക്ക് എഴുതാനുണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ഒരു ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് അൽഗോരിതം എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺആംബിഗസ്. ഞങ്ങൾ എഴുതുന്ന സ്റ്റെപ്സ് അത് വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. അതായത് ഞങ്ങളൊരു സ്റ്റെപ്പ് വായിക്കുമ്പോൾ ആ ഒരു സ്റ്റെപ്പിന് യുണീക്ക് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടാവണം. ബിക്കോസ് ഞങ്ങളൊരു സ്റ്റെപ്പ് വായിക്കുമ്പോൾ അത് ഇഫ് ഐ ആം റീഡിങ് ഇറ്റ് എനിക്കൊരു ഒരു രീതിയിൽ അതെനിക്ക് മനസ്സിലായാൽ അതേ രീതിയിലാണ് ബാക്കിയുള്ളവർക്ക് ആ സ്റ്റെപ്പ് മനസ്സിലാവണം. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി കൺഫ്യൂഷൻ വൈൽ റീഡിങ്. ആൻഡ് ആൾസോ ദ അൽഗോരിതം ഷുഡ് എൻഡ് വിത്ത് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അൽഗോരിതം കുറേ ലോങ് ആവാൻ പാടില്ല, അതുപോലെ നമ്മൾ കുറേ ഷോർട്ടും ആക്കാൻ പാടില്ല. ഞങ്ങൾ ടാസ്ക് സോൾവ് ചെയ്തിട്ടുണ്ടാവണം, പക്ഷേ വിത്ത് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നമുക്ക് ആ ഒരു ടാസ്ക് സോൾവ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ്, ദ അൽഗോരിതം ടേക്സ് 0 ഓർ മോർ ഇൻപുട്സ്. ഞങ്ങൾ അൽഗോരിതമിൽ ഇൻപുട്സ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇൻപുട്സ് ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ഫൈൻ. ഓക്കെ, പക്ഷേ ഔട്ട്പുട്ട് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഔട്ട്പുട്ട് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ അവർ അൽഗോരിതം. നെക്സ്റ്റ്, എഫക്റ്റീവ്നെസ് ആണ്. എല്ലാ സ്റ്റെപ്സ് നമുക്ക് ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി എഫക്റ്റീവ്. ആൻഡ് ഓൾ ദി സ്റ്റെപ്സ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് അക്യുറേറ്റ്. അതായത് ദർ ഷുഡ് നോട്ട് ബി എനി മിസ്റ്റേക്സ്. നൗ ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. അൽഗോരിതം ടു മൾട്ടിപ്ലൈ 2 നമ്പേഴ്സ് ആൻഡ് പ്രിൻറ്റ് ദ റിസൾട്ട്. അതായത് 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനും അതുപോലെ അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു ടാസ്കിന് അൽഗോരിതം എങ്ങനെ ഉണ്ടാവും? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. ഓക്കെ, സോ വൺ തിങ് ടു റിമെമ്പർ, അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും സ്റ്റാർട്ടാണ്. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ലൈക്ക് സ്റ്റാർട്ട്. മെനി ഓഫ് ദി സ്റ്റുഡൻസ് ഐ ഹാവ് സീൻ ദേ ആർ ഡയറക്ട്ലി ജമ്പിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ സ്റ്റെപ്പ് 1 എപ്പോഴും എന്താണ്? സ്റ്റാർട്ടാണ്. അതുപോലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ്. ഓക്കെ, നൗ സ്റ്റെപ്പ് 2 മീൻസ് റീഡ് 2 നമ്പേഴ്സ്. അതായത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 വേരിയബിൾസ് എടുക്കുന്നുണ്ട്, എ ആൻഡ് ബി. റീഡ് 2 നമ്പേഴ്സ് എ കോമ ബി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡ് എ കോമ ബി അങ്ങനെ എഴുതിയാലും അത് കറക്റ്റാണ്. സ്റ്റെപ്പ് 3 എന്താണ്? 2 നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ആയിട്ട് എടുത്തു. നൗ സി ഈക്വൽ ടു എ ഇൻറ്റു ബി. ഞങ്ങൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഈ ഒരു സ്റ്റാർ. ഓക്കെ, അതായത് ഈ സ്റ്റാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനുള്ള പ്രോസസ്സാണ്. ഓക്കെ, അഡീഷന് പ്ലസ് സൈനാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ ഇൻറ്റു സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്റ്റാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ്റ്ററിസ്ക് ആണ് ഈ ഒരു സ്റ്റാറിൻ്റെ പേര്. ഓക്കെ, എ ഇൻറ്റു ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. സ്റ്റെപ്പ് 4 എന്താണ്? പ്രിൻറ്റ് ദ റിസൾട്ട് സി ഓർ ഡിസ്പ്ലേ സി. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. നൗ സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പിലൂടെ എന്താണ് നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നമ്പേഴ്സ് ഈ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നൗ ഇതേ അൽഗോരിതമിന് ഞങ്ങളൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ചെയ്താൽ അതെന്താണ്? ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, സോ ദ ഫ്ലോ ചാർട്ട് ഈസ് എ visual representation of an algorithm or it is a graphical representation of an algorithm. And ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾസ് ആണ്. സോ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് എലിപ്സ്. അതുപോലെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പാരലലോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ആക്ഷൻ ഓർ പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ആണ്. പിന്നെ ഈ ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് ആണ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. കണക്റ്റേഴ്സിന് സർക്കിൾ, അതുപോലെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് ആരോ മാർക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാസ്ക്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നമ്പേഴ്സ്, ഈ ഒരു ടാസ്കിന് നമ്മൾ ഫ്ലോ ചാർട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്ലൈ 2 നമ്പേഴ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.